ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ആർപി ഗെയിമിംഗ് സാർ. സോ ഗൈസ്, നമ്മൾ പിന്നെ നമ്മുടെ കിടക്കാൻ പോലത്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. സോ ഇത്ര ദിവസം നമ്മുടെ വീഡിയോ എടുത്തതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ, അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണം. അപ്പോൾ ഇത്ര ദിവസം സിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് സിറ്റീനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഗൈസ്, നമുക്കുണ്ടല്ലോ രാവിലെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ റിച്ച് മാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ആൾ ഭയങ്കര ബിസിനസ് മാനും കാര്യങ്ങളൊക്കെയാണ്. ആളുടെ കയ്യിൽ ഒരു ലാംബോർഗിനി ടാർസോ കണ്ടോ അതിൻ്റെ പേരാ. ആ വണ്ടി കണ്ടിരിക്കുന്നത്. അതായത് വേൾഡിൽ ഇതേവരെ ലാംബോർഗിനി ഒഫീഷ്യലായിട്ട് ആ വണ്ടി ഇറക്കിയിട്ടില്ല. പക്ഷേ ഈ ആള് ആ വണ്ടി എത്രയോ മില്യൺ കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചേക്ക് കണ്ട വണ്ടി. അതും ഒരു ഓറഞ്ച് കളർ വണ്ടി ഇട്ട ഗോൾഡൻ ആണോന്ന് അറിയില്ല. നമ്മുടെ ഈ ആൻഡ്രോയിഡിൻ്റെ ബുഗാട്ടിയുടെ വണ്ടിയില്ല അതേപോലെ. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് അടിച്ചു മാറ്റണം വേണ്ടത്. നമുക്ക് ആദ്യം അടിച്ചു മാറേണ്ടി വരില്ല. ഇപ്പം ഞാനിപ്പോൾ റിച്ചാണ്. ഞാൻ ഇപ്പോൾ ചുമ്മാ സ്പ്ലെൻഡർ എടുത്ത് കറങ്ങുകയാണ്. ഇതെങ്ങാണ്ടാണ് അവളുടെ വീട്. ഇവിടെ വണ്ടി ഉണ്ടാവുക എന്തോ പതുക്കും നോക്കാം. ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ആൾ പോയിട്ടുണ്ടാവും. ഓ, ഇതേ കിടക്കണ കൈസ് വണ്ടി. ഒരു കൊൻസൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനാണോ അതിൻ്റെ ഇടയിൽ കൊൻസൊക്കെ ഓണത്തിൻ്റെ ഇടയിൽ പൂട്ട് വെച്ചോടും എന്ന് പറഞ്ഞു ഗൈസ്. കണ്ട മുമ്പോ ഇതേ കിടക്കണ ലംബോർഗിനി ടാർസോ. ആ വണ്ടി കണ്ട എത്ര കോടി രൂപയുടെ വണ്ടിയെന്നറിയാം. അപ്പം ആരും കാണാനൊന്നുമില്ലല്ലോ. ആളാരും ഇല്ലേ? നമുക്കെന്നാൽ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അപ്പം ഞാനങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ആരും കാണാനൊന്നുമില്ല. കയറി വന്നേ. എവിടെ നിന്ന് സൗണ്ട് വരണേ? ഇവിടെ ആരും ഇല്ലല്ലോ. എവിടെ പോയി? ബാക്കിൽ എടാ പിച്ചക്കാരനെ കാറിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ പിച്ചക്കാരനാ എന്നങ്ങോട്ട് പിച്ചക്കാരനെ ഇടുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ പിച്ചക്കാരന് സ്പ്ലെൻഡറും കൊടുത്തിട്ടും കൂടെ കയറി വന്നേക്കുക. നിന്നെ കാറിനെ കയറ്റി വിട്ടെ. എന്നാരും കയറ്റി വിട്ടല്ല, ഞാൻ കയറിപ്പോയതാ. ഇനി അങ്ങനെ കയറണം. നിൻ്റെ വകയാണോടാ വീട്? എൻ്റെ വകയൊന്നല്ല. അതാ ഞാൻ ആ വണ്ടി നിന്ന് നോക്കാൻ വേണ്ടി. എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമായി. ഓടിച്ചു നോക്കാൻ പറ്റും. ഓടിച്ചൊക്കെ കൂടെ തോണ്ടാൻ പോലും യോഗ്യതല്ല ഈ പിച്ചക്കാർക്ക്. നിന്ന് പോയി. അല്ല, ഇതൊക്കെ പറഞ്ഞ താനാരാ? ഞാനവിടുത്തെ സെക്യൂരിറ്റിയാണ്. ഇതങ്ങനെ ഞാൻ ബോസിനോട് പറഞ്ഞോ നിന്നെ ഇപ്പം ജയിലിൽ കയറ്റുമെന്നറിയോ? വേണ്ട, ഞാൻ പൊക്കോളാം. അയ്യോ, ഞാൻ വേഗം പോക്കോ, അല്ലെങ്കിൽ പോലീസുകാരെ വിളിക്കും. ഞാൻ പോലീസുകാരെയാ, പ്രൈം മിനിസ്റ്ററെ, മുഖ്യമന്ത്രിനെ ആരെന്ന് വെച്ചാൽ വിളിച്ചോ. ഞാൻ പോവാ. ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ. അല്ലേ, തോൻ വേഗം പൊക്കോ. ഇതിൻ്റെ അടുത്ത് അവനെ കണ്ടോണ്ടല്ലോ. ശരി ചേട്ടാ, ഞാൻ പൊക്കോളാം. ആള് നമ്മളോട് പറഞ്ഞു നമ്മൾ പിച്ചക്കാരൻ, നമ്മൾ ആരാന്ന് അറിയില്ല. എനിക്കിപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. എൻ്റെ തല കത്തുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. രാത്രി ഞാൻ വണ്ടിയിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി പോവുക. ഇല്ല, പിച്ചക്കാരെന്നൊക്കെ നമ്മളെ വിളിച്ചു കേട്ടാ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അപമാനിക്കരുത്. നമുക്ക് വേണം നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടെ. നമുക്ക് രാത്രി സ്പ്ലെൻഡർ എടുത്തിട്ട് വരണം. രാത്രി നമുക്ക് എന്തായാലും വണ്ടി എടുക്കണം. പോലീസ് പ്രൊട്ടക്ഷൻ എന്തായാലും ഉണ്ടാവില്ല. കാരണം രാവിലെ ഉണ്ടാവാത്ത പ്രൊട്ടക്ഷൻ രാത്രി ഉണ്ടാവില്ല. നമുക്ക് വേണം നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടെ. ഓക്കെ, നമ്മുടെ കയ്യിൽ വേറെ ബൈക്കൊന്നും ഇല്ല. ആൾ വിളിച്ചാലും പറയാനൊന്നും പറ്റില്ല. നമ്മുടെ കയ്യിൽ അത്ര അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ. ആകെയുള്ളതൊരു 2-3 ബൈക്ക്, 2 ബൈക്ക് ഒരു കാറും കണ്ടാണ് കേട്ടോ. നമുക്കിനി കുറച്ച് നേരം ടി വി കാര്യങ്ങളൊക്കെ കണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വല്ലതുണ്ടെങ്കിലോ. ഓക്കെ, കാര്യം വിചാരിച്ചോട്ടെ. അതായത് നമുക്ക് രാത്രി പോകണ്ട. പോലെ പോലീസ് പ്രൊട്ടക്ഷൻ വല്ല ഉണ്ടെങ്കിലോ. കാരണം ആള് ഭയങ്കര ഇതാണ് കേട്ടോ. ഭയങ്കര റിച്ച് ആളിങ്ങനെ എനിക്ക് ചിലപ്പോൾ രാത്രിയൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. രാവിലെ തന്നെ എങ്ങനെയാലും പോടും. ഇപ്പം അധികം ആരെയും കാണാനൊന്നുമില്ല. നമുക്ക് വേഗം തന്നെ ലംബോർഗിനി അടിച്ചു മാറ്റണം. കൊൻസൊക്കെ അവിടെ ഉണ്ടെന്നുണ്ട്. അതിപ്പോൾ കോമൺ വണ്ടിയാണ് കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും മേടിക്കുന്ന വണ്ടിയുണ്ട്. റോഡിലൊക്കെ ബുഗാട്ടിക്ക് ഓടണം. നമുക്ക് വേഗം ലംബോർഗിനി എടുത്തിട്ട് പോകാട്ടോ. ഓടി എത്തണമില്ല. ബാക്കിൽ കൂടെ വല്ല വണ്ടി വരുന്നു അതുമില്ല. ഓക്കെ, നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് ചെല്ലാം കേട്ടോ. ഇനിയിപ്പോൾ ആ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടാവോ എന്തോ. നമുക്ക് ആ വണ്ടി എടുത്തിട്ട് പോയിട്ട് ഇവിടെ ആൾക്കാർ ഭയങ്കര പതുക്കെയുണ്ട് ഓടിക്കുക. തൽക്കാലം നമുക്ക് ഈ ബുഗാട്ടി എടുക്കാം. ചേട്ടാ ഒന്നിറങ്ങും. ഈ വണ്ടി ഉണ്ടല്ലോ, ആ ആളുടെ എവിടെ ഉണ്ടോ, മറ്റാളുടെ വീടിൻ്റെ അവിടെ. എൻ്റെ വണ്ടി മുഹബൂബി തന്നിട്ട് പോടോ. ചേട്ടൻ പോയി ചേട്ടാ, ഞാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വേഗം അവിടേക്ക് പോവാട്ടെ. പോട്ടെ. ഓ, തള്ളു വണ്ടി. ഓക്കെ, വണ്ടി ഇങ്ങനെ പോണില്ല. ഓക്കെ, അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു വണ്ടി. ആ സെക്യൂരിറ്റി ഗാർഡ് അവിടെ ഉണ്ടാവും. അതാണ് പ്രശ്നം. വണ്ടി അവിടെ ഉണ്ടാവണേ. കൊഞ്ചൊക്കെ ഉണ്ട്. ഉണ്ട് കേട്ടോ, വണ്ടി അവിടെ ഉണ്ട്. ഇതേ കിടക്കണ വയസ്സ് വണ്ടി. നമുക്കൊരു കാര്യം ചെയ്യാം.
ഇതിൻ്റെ ബാക്കിലേക്ക് പോവാട്ടോ. എന്നിട്ട് അവിടെ നിന്ന് മതിൽ ചാടി നമുക്ക് വരാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെ കിട വണ്ടി നമുക്ക് ആ കൊൻസൊക്കെ അടിച്ച് മാറ്റണം. വേണ്ട, ഒരു വണ്ടി അവിടെ കിടന്നോട്ടെ, പാവലാൾ. നമുക്ക് ആ വണ്ടി മാത്രം മതിയിട്ട്. ചാടിക്കോ. അയ്യോ, ഇവന്മാരുടെ മതിലിനൊക്കെ ഒന്ന് ബലില്ലേ. ഓക്കെ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഇതേവരെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ചാടിയത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലടിച്ചെന്നുള്ളൂ. ചോര പോയിട്ടുണ്ടോ? ജസ്റ്റ് മതിലുമ്പോൾ ചോര പോയിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വണ്ടിയാളെ കാണാനൊന്നും ഇല്ല ഇവിടെ. മുമ്പ് ഞാനിപ്പോഴാണ് ഈ വണ്ടി കാണാൻ. എൻ്റെ പൊന്നെ, കിടുക്കം വണ്ടിയുടെ. നമുക്ക് വേഗം തന്നെ ഈ വണ്ടിയിൽ കയറാം. ആൻഡ്രോയിഡിൻ്റെ ബുഗാട്ടിയുടെ കളറൊക്കെ കേട്ടോ. ഊഫ്, നോക്കിയ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ ലുക്കാണ് കേട്ടോ. വേഗം തന്നെ പോവാം. പോലീസ് ഇത് അറിയണതിന് മുന്നേ നമുക്ക് വേഗം പോവാട്ടോ. എടുത്തപ്പോൾ 3 സ്റ്റാർ കൊണ്ടു. എൻ്റെ ലൈഫൊക്കെ കുറഞ്ഞു. ആ പോലീസുകാരൻ്റെ വണ്ടിയുടെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് താങ്ങിയിട്ടുണ്ട്. നമുക്ക് വേഗം പോകട്ടെ അവിടുന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സുമേഷേട്ടനെ ഞാൻ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. ആളാണ് നമ്മളോട് പറഞ്ഞത്. വണ്ടി അടിച്ച് മാറ്റാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വണ്ടി അടിച്ച് മാറ്റുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചേക്കണം. ഈ സിറ്റിയിൽ ഇനിയിപ്പോൾ എന്തായാലും നിൽക്കാൻ വേണ്ടി തോന്നുന്നില്ല. നമുക്ക് ഈ വണ്ടി വേറെ വല്ല സിറ്റിയിലും കൊണ്ടുപോയി വെക്കണം കേട്ടോ. അതുമ്പോൾ ഒരു സ്ക്രാച്ച് വീഴരുത്. ആ പോലീസുകാരാണെങ്കിൽ, ഇവിടുത്തെ പോലീസുകാർ ഇങ്ങനെയാണ് കേട്ടോ. വണ്ടി ഇടിച്ചങ്ങോട്ട് കയറ്റും. വണ്ടി നശിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇടിച്ചു പോലും നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് സുമേഷേട്ടനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. അയ്യോ, ഡോറ് പോയി ഗായ്സ്. ഞാനാണെങ്കിൽ മൊബൈൽ എടുക്കാൻ വേണ്ടി ഒന്ന് കയ്യെത്തിച്ചത്, അപ്പോഴേക്കും ഡോറ് പോയി. അയ്യോ, ഇപ്പോൾ ആകെ മൊത്തം പ്രശ്നമില്ല. കുഴപ്പമില്ല. ചില്ല പോയിട്ടുള്ളൂ, ഡോറ് പോയിട്ടില്ല. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ തന്നെ പോവാം എങ്ങനെയെങ്കിലും. ഞാൻ സുമേഷേട്ടനെ വിളിക്കട്ടെ കേട്ടോ. നമ്മളെങ്ങനെയൊക്കെ ജുറാസിക് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടേക്കാണെങ്കിൽ പോലീസുകാരും വരില്ല. വണ്ടി നല്ല പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ നോക്കി. ഉൾഭാഗം ഞാൻ കണ്ടു, കൊതി കയറുന്നില്ല. നോക്കി എൻ്റെ പൊന്നെ, ഡോറൊക്കെ പോയി ഗൈസ്. ഇതെല്ലാം കൂടി ഇതിൻ്റെ പാത്ത് ശരിയാക്കണ പൈസ കൊണ്ട് നമുക്ക് 2 മറ്റേ ഹുറാക്കൻ ലംബോർഗിനി മേടിക്കാം. നല്ല പൈസയും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ ഉണ്ടല്ലോ, വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി ഉണ്ടല്ലോ, ഇതേവരല്ലോ ലംബോർഗിനി പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല ഈ വണ്ടി. അതായത് ഇതൊരു കൺസെപ്റ്റ് വണ്ടിയാണ്. അതായത് വണ്ടി ഇറക്കാൻ വേണ്ടി പോകണുള്ളൂ. ഇയാൾ ലംബോർഗിനിയുടെ എന്തോ ഒരു ഇതെങ്ങാണ്ടാണ്. അല്ല, വേറെ എന്തോ ആണ് ജനറൽ മാനേജർ എന്ന് തോന്നുന്നു. ഓക്കെ, ആളെങ്ങാണ്ടാണ്. ആളുടെ കിട്ടിയ വണ്ടിയാണ് ഈ വണ്ടി. നോക്കി, ബാക്ക് പോയി, എല്ലാം പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസുകാർ പതുക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ റോട്ടിലെ പാർട്സൊക്കെ പറക്കിയെടുക്കാം കേട്ടോ. വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വേഗം ഈ വണ്ടി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഞങ്ങൾ സുമേഷേട്ടൻ പരിചയപ്പെടുത്തി തന്നത്. ആൾ ലംബോർഗിനി ഷോറൂമിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. ആളോട് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ പറക്കിയെടുത്തിട്ട് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് പോലീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ. കുറേ നേരം ഒന്നും ഇതേ ഒരു പാർട്സ് കിടക്കണു. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഈ വണ്ടി അത് അവിടെ കൊണ്ടുപോയിട്ട് ഈ പാർട്സൊക്കെ പറക്കാട്ടെ. അതിൽ ഇതിൻ്റെ പാർട്സ് ഇറങ്ങിയിട്ടുണ്ടാവും. കാരണം ഈ വണ്ടി ഒരെണ്ണമുള്ളെങ്കിലും ഈ വണ്ടിയുടെ വല്ലതും പോയാൽ റെഡിയാക്കണ്ടേ. അവനവിടുത്തെ എന്തോ വലിയൊരാളും കണ്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അവിടേക്ക് ചെല്ലാം. ഈ സിറ്റിയിലല്ല കേട്ടോ, കുറച്ച് അകലെയാണ്. അതായത് ഈ സിറ്റിയിൽ നിന്ന് നേരെ പോകണം നമ്മൾ ലോസ് ആൻജലസിലേക്ക് എത്തൂട്ടെ. ലോസ് ആൻജലസിലേക്ക് ഇതുവഴി പോകാനും പറ്റും, പ്ലെയിൻ വഴിയാണ് എല്ലാവരും പോകണേ. പക്ഷെ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ളൊരു ഷോറൂമിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടുള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ എന്തൊരു സിറ്റി ഉണ്ടല്ലോ ഇവിടെ, ഇതേപോലത്തെ എന്നിട്ട് ഗ്രാസ് സിറ്റി എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്. ആ സിറ്റിയിലെങ്ങാണ്ടോ ഇതേപോലത്തെ ആ സിറ്റിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര സിറ്റിയാണ്. എന്നിട്ട് പറയുക ഹൈ ലെവൽ സിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ സിറ്റിയിൽ ഇതേപോലത്തെ ഈ വണ്ടി ഉണ്ടാവില്ല, ഈ വണ്ടി പറഞ്ഞുള്ളൂ, അതിപ്പോൾ എൻ്റെ കയ്യിലാണ്. ഇതേപോലത്തെ മിക്ക വണ്ടികളും ഭയങ്കര റിച്ചസ്റ്റ് പേഴ്സൺസിൽ എന്തായാലും എല്ലാ റിച്ച് വണ്ടികളും ഉണ്ടാവും കേട്ടോ. നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോവാം. അതിലും ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്, ഒരു 3 മണിക്കൂറുണ്ട്. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ തന്നെ പോവാം കേട്ടോ. ഓക്കെ, നമ്മുടെ വണ്ടി പണിതിറക്കി സെറ്റ്
സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി. അതിൻ്റെ പീസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. ആക്ച്വലി വണ്ടി ഒരെണ്ണമുള്ളെങ്കിലും അതിൻ്റെ പീസുകൾ അവൻ ആ ഷോറൂമിൽ അതിൻ്റെ ഇതിൽ വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ അവനത് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാധനം പണിയാനെടുത്ത പൈസയാണ് കേട്ടോ, ഒരു മാതിരി പൈസയായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പൈസ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു എത്ര ലക്ഷം കണ്ടായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര വിലയാണ്. പിന്നെ ഇതിൻ്റെ കളർ ഞാനിങ്ങനെ മാറ്റിയിടും, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായി. വണ്ടി ഓറഞ്ച് ഉണ്ടല്ലോ, നമ്മൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ മൈലാഞ്ചി വെച്ച് പൊത്തിയ പോലെ ഉണ്ട് അതിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ കിഡിലെ ലുക്കായിട്ടുണ്ട് വണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ സിറ്റിയിലുണ്ടായ പോലെ ഉണ്ടാവുമോ ഇതേവരെ ഞാൻ ഡാമേജുകളൊന്നും വരുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വരുത്തിയുണ്ട്. ഇവിടുത്തെ പോലീസുകാർ പൊട്ടന്മാരാണ് കേട്ടോ. ആദ്യം അങ്ങനെ കേസ് കിട്ടുമ്പോൾ മാത്രമേ അവർ ഇതാക്കുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി എങ്ങനെ പോലെ പോലീസുകാരെ നമുക്ക് കുറച്ച് പൈസ എങ്ങനെയൊക്കെ കൊടുത്ത് റെഡിയാക്കാട്ടെ. ഈ വണ്ടി ഇപ്പം എൻ്റെ കയ്യിലാണുള്ളത്. ബോയ്, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേസ്, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അയ്യോ, ഈ വഴി മറ്റാളുടെ വീട്ടിലേക്കാണ്. അതിൻ്റെ ഡോറിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും മാറാത്ത ഡോറ് കംപ്ലൈൻ്റ് ആയതൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാണ്ടല്ലേ, ഈ ഡോറൊക്കെ തന്നെ തുറക്കണം. ഈ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലൊക്കെ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ അകത്താണെങ്കിൽ മൊത്തം കണ്ട ഇവിടെ എവിടെയാണ് സ്വിച്ച് എന്ന് മനസ്സിലാവില്ല. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനാണെങ്കിൽ കണ്ട നമ്മുടെ സ്പീഡോമീറ്റർ ഒന്നുമില്ല, സ്റ്റിയറിങ്ങൊക്കെ നമ്മുടെ ഫോർമുല വണ്ടിയൊക്കെ ടൈപ്പാണ് കേട്ടോ. അതേപോലെ ഭയങ്കര ഒരു ലെവലപ്പ്ഡ് വണ്ടി, ഫ്യൂച്ചറുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി. റോട്ടിലുള്ള ആൾക്കാർക്ക് സാധാരണ വണ്ടി ഓടിച്ചെടുക്കുമ്പോൾ ഞാനിവിടെ ടാർസ് ഓടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നമുക്ക് വീടിൻ്റെ വീട്ടിൻ്റെ ബാക്കിലിടാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര കുറവാണ് കേട്ടോ. ഈ വണ്ടിയൊക്കെ ഇവിടേക്ക് എങ്ങനെയാണ് ഓടിക്കാൻ പറ്റുക? ആ റെയിൽവേ ഇത് ഇല്ലേ, നമ്മളാ ജുറാസിക് പാർക്കിൽ നിന്ന് കടന്നപ്പോൾ വണ്ടി ചാടണം കാണണം. ഈ വണ്ടിക്കാണെങ്കിൽ ഒട്ടുമില്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, അതിൻ്റെ അടുത്ത് കൂടെ പോലും പോയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതേപോലെയാണിത് കയറുന്ന ഡൗട്ടാണ് കേട്ടോ. കയറി ഇടിക്കണൊക്കെ ഇടിച്ച് ഇതായിട്ട് കുടുങ്ങുന്നുണ്ട്. ഞാനതിൽ കയറ്റിയിട്ട് കാണാം കേട്ടോ. കയറ്റാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നേരം കിടന്ന് നോക്കി, സാധനമാണെങ്കിൽ ഇതിൻ്റെ അടി തട്ടിയിട്ട് സ്പീഡിലടക്കം വന്ന് കയറ്റിയിട്ട് എന്നിട്ടും പറ്റുന്നില്ലേ. വലിയ വിധത്തിൽ ഡാമേജ് ഒന്നും വരുന്നിട്ടില്ല. അതിൻ്റെ അടിയിൽ ചെറിയ കോറലുകൾ, അത് ഇപ്പോൾ വിഷയമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. വണ്ടി ഇപ്പോൾ എവിടെ കൊണ്ടുപോയി ഇടുന്നതാണ്, ഭയങ്കര പണിയാണ് ഈ വണ്ടി. ഫ്രണ്ടൊക്കെ കണ്ടതാണെങ്കിൽ തൊടുമ്പോഴേക്കും പൊടിഞ്ഞു വീഴാണ്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ. പപ്പടം പൊടിയാണ്. ഇതിൽ കൂടെ കയറ്റാൻ പറ്റില്ല, വണ്ടി ഇടിച്ച്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാട്ടോ, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടാം. സോ ഗൈസ്, ഞാൻ എന്തായാലും ഈ വീഡിയോ ചൂടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. അപ്പോൾ ഗൈസ്, ഇതിനേക്കാളും നല്ല കിടുക്കം പോലത്തെ വീഡിയോസ് ഇടേണ്ടതെന്നായിരിക്കും. ബൈ.